ഇത്തരത്തിൽ ഒരു ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ കുരിയാത്തി ഡിവിഷനിലെ അധികാരികളാണ്. വാട്ടർ വർക്സിൽ കഴിഞ്ഞ ഈ മാസം, അതായത് 4, 5, 6 തീയതികളിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ് എന്ന പേരിൽ 3-4 ദിവസം വെള്ളമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വെള്ളം എത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസരങ്ങളെല്ലാം ഞാൻ ടാങ്കറിൽ വെള്ളം കോർപ്പറേഷനിൽ വഴി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. പക്ഷേ 4-5 ദിവസം കഴിഞ്ഞിട്ടും നാളിതുവരെ, ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്, ഇതുവരേക്കും വെള്ളം കിട്ടിയിട്ടില്ല. അറിയാമല്ലോ, അണ്ണീക്കവിളാകം മേഖലകളിൽ വെള്ളം വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. അണ്ണീക്കവിളാകം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. നമ്മുടെ മേഖലയിൽ കുടിവെള്ളം ലഭിച്ചിട്ട് എത്രയോ കാലങ്ങളായി കൃത്യമായി. ഇവർ വന്ന് പരിശോധിക്കുമ്പോൾ ഒരു നൂല് പോലെ അല്പം വരും. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല. അങ്ങനെ ഈക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും എത്രയും പ്രാവശ്യം നിവേദനങ്ങൾ നൽകി, എന്നിട്ടൊന്നും ഇതുവരെയും ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പല പ്രാവശ്യം ഒന്ന് കണ്ട് സംസാരിച്ച്, ഇതുപോലെ 2 മാസത്തിന് മുമ്പേ ഇതുപോലെ കുടിവെള്ളം ഒട്ടും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ഇവിടെ കണ്ട കൗൺസിലർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന് നമ്മൾ അപ്പുറത്തവിടെ AXA. പക്ഷേ അന്ന് പിറ്റേന്ന് കുറച്ച് വെള്ളം കിട്ടി. അതിനുശേഷം വെള്ളം ഒട്ടും തന്നെ ലഭിക്കുന്നു. ഇത് നമ്മുടെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ വായും വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. വെള്ളം പ്രധാനമല്ലേ? ഇത് മനസ്സിലാക്കാത്ത ഒരു സർക്കാരും ഒരു വാട്ടർ അതോറിറ്റിയല്ലേ ഇവിടെ വോട്ട് ചെയ്യുന്നത്. പലരും കുടിവെള്ളം വാങ്ങിയാണ് കുടിക്കുന്നത്. കുട്ടികൾക്ക് പോലും കൊടുക്കാൻ വെള്ളമില്ല എന്ന അവസ്ഥ ഞാൻ AXAയും AEയും നിരന്തരമായി വിളിച്ചു പറഞ്ഞിട്ട് പോലും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ വെള്ളമില്ല, ഓഫീസിൽ പോകാൻ വെള്ളമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തുള്ള വീടുകളിൽ നിന്നും എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കളക്ട് ചെയ്യും. അവർ തന്നെ അവരുടെ കയ്യിലും വെള്ളമില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 6-7 മാസം നിരന്തരം നമ്മളിവിടെ വന്ന് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനെ കണ്ടെത്തി തന്നേ പറ്റൂ. വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ഇന്ന് ഈ ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കേണ്ട. നമുക്ക് ജോലിയുണ്ട്, ഓഫീസുണ്ട്, കാര്യങ്ങളുണ്ട്, അതെല്ലാം കളഞ്ഞിട്ട് ഇന്ന് വന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അത്യാവശ്യം എങ്ങനെയെങ്കിലും ഇത് തന്നേ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരു ചെറിയൊരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ആണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ദിവസവും രാവിലെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് AXAയും വിളിക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു അതിന് ഈ ക്ലീനിങ്ങിന് ശേഷം എവിടെയോ പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്, അത് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. ശരി, ഓക്കെ, നിങ്ങൾ പരിശോധിച്ചോളൂ. ആ പരിശോധന 15 ദിവസമായിട്ടും തുടരുകയാണ്. ഞാൻ ബലവാന നിവാസിയാണ്. ഞങ്ങൾക്ക് മിക്കപ്പോഴും ഇപ്പം വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. വരുന്ന വെള്ളം നൂല് പോലെ വരും, മുകളിലത്തേന് വെള്ളം കിട്ടത്തില്ല. ഈ പല 2-3 ഫ്ലാറ്റുകളുണ്ട്, അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം എല്ലാ കാര്യത്തിനും എപ്പോഴും നമ്മളെ കൗൺസിലറെ, അദ്ദേഹം എന്തിനും വരുന്ന ആളാണ്, എങ്കിലും എപ്പോഴും വിളിച്ച് നമുക്ക് കൗൺസിലറിൽ പരാതി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സഹിക്കുകയാണ് വാസ്തവം പറഞ്ഞാൽ. ജനങ്ങൾക്ക് കുടിവെള്ളമില്ല. അത് കാരണം എന്നാൽ ഇന്ന് അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തിയതിന് ശേഷമേ പോകുന്നുള്ളൂ. ഒരിക്കൽ ഞാൻ അറസ്റ്റ് വരിച്ചു. ഇവിടെ കൗൺസിലേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പലരും എത്തിച്ചേരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എൻ്റെ വാർഡിൽ വെള്ളമില്ല, 15 ദിവസമായി. എന്നും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും പൈപ്പുകളുടെ പണി നടക്കുന്നുണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അതെപ്പോഴും ഇല്ല, വെള്ളം കുറവാണ്. ടാങ്കിൽ നിന്ന് എന്തായാലും ഇറങ്ങണില്ല, കയറുന്നില്ല ടാങ്കിൽ. രാത്രി ചിലപ്പോൾ ചില സമയത്ത് കയറി. അപ്പോൾ എന്തായാലും ഈ നിരാകരം കിടക്കേണ്ടതായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ജല അതോറിറ്റി കുരിയാത്തി ഡിവിഷൻ്റെ ആളാണ്. ഇതിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വരെ ജനങ്ങൾ ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് കുടിവെള്ളം തരൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഓരോരുത്തരായിട്ട് എന്നെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് ഇതിനൊരു ശാശ്വതമായ ഒരു തീരുമാനം കണ്ടെത്തുന്നത് വരെ ഇത് തുടരും. ഒരു പക്ഷേ രാത്രിയാകാം, ചിലപ്പോൾ നാളെയാകാം, അത് പ്രശ്നമേ അല്ല. പല റെസിഡൻസിൻ്റെ ഭാരവാഹികളും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം തന്നതിന് ശേഷമേ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഞാൻ അന്തിമമായി പറയുകയാണ്. ഈ പ്രതിഷേധം തുടരും. ഇതിൻ്റെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഇത് മാറും എന്നതിന് യാതൊരു സംശയമില്ല. ഒരു ജനപ്രതിനിധി നിലക്ക് എനിക്ക് നിലത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ തീർത്ത ഉദ്യോഗസ്ഥന്മാർ അവരെന്തായാലും അത് തിരിച്ചറിയും എന്നാണ് എൻ്റെ വിശ്വാസം.
ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണം. ജനങ്ങൾക്ക് വെള്ളം കൊടുത്ത് എന്ന് അവർ വെള്ളം കിട്ടി എന്ന് അറിഞ്ഞതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് ഇഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ 2 ഇടി ഇടിപ്പിക്കുകയോ എന്ത് വേണം നിങ്ങൾ ചെയ്തോളൂ. എന്തായാലും എനിക്ക് ജനത്തിന് വെള്ളം കൊടുക്കണം എന്ന ആവശ്യമായിട്ട് തന്നെയാണ് ഞാനിവിടെ കിടക്കുന്നത്. ഈ സമരം എന്തായാലും എൻ്റെ വാർഡിലല്ല, സമീപ വാർഡുകളിലും വെള്ളം കിട്ടുന്നതിലേക്ക് വേണ്ടി വെള്ളം തന്നേ പറ്റൂ. ഇനി അവിടെ പൊട്ടിയോ ഇവിടെ പൊട്ടിയോ അതൊക്കെ അന്വേഷിക്കേണ്ടത് 15 ദിവസമായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. സമരം തുടരും. മിക്കവിളാം ഭാഗത്ത് വെള്ളം കാര്യമായി ലഭിക്കും എന്നാണ് ഉറപ്പ് നൽകി നമ്മുടെ ബഹുമാനായിട്ടുള്ള മേയർ വി രാജേഷ് SCയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് തന്നെ ആ പ്രശ്നം അവർ പരിഹരിക്കും എന്ന് മേയർക്ക് വാക്കുകൊടുത്തു. അതനുസരിച്ച് ഡെപ്യൂട്ടി മേയർ നമ്മുടെ സമര പന്തലിൽ വരികയും ആ വിവരം ഞങ്ങളെ ധരിപ്പിക്കുകയും അതനുസരിച്ച് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതല്ല വീണ്ടും ജനത്തിനെ ബുദ്ധിമുട്ടിക്കാനാണ് ജല അതോറിറ്റിയുടെ പ്ലാനെങ്കിൽ വീണ്ടും സമരം തുടരും. ഇത് പൂർണ്ണമായി അവസാനിപ്പിച്ച സമരമല്ല. നമുക്കറിയാം, കൂടെ വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന പ്രതിഭാസം വീണ്ടും ആ ഒരു പ്രതിഭാസം വാട്ടർ അതോറിറ്റി തുടരുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ സമര നടപടികളുമായി മുന്നോട്ട് പോകും. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ ജല അതോറിറ്റിയുടെ ജീവനക്കാരെ ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എന്നാലും ഇതിനോട് സഹകരിച്ച എല്ലാ റെസിഡൻസ് ഭാരവാഹികൾക്കും എൻ്റെ അകം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.